ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ദം ബിരിയാണി ചെയ്യാണ്. അപ്പോൾ അതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത സബോളയാണ് നമ്മൾ ഇട്ടത് കേട്ടോ. അപ്പോൾ അതിന് പിന്നാലെ ഗാർലിക്ക്, ജിഞ്ചർ പേസ്റ്റ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് തൈരൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് വയ്ക്കാം. ഒരു ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച്. ഇത് മീറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ ചെയ്യണത് ഇങ്ങനെ കേട്ടോ. മല്ലിച്ചപ്പൊക്കെ ഇട്ട് മെയിനായിട്ട് ഈ തൈരും നാരങ്ങയും നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നത് ഇതിൻ്റെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ദം ചെയ്യണ വിധമാണ് കേട്ടോ ഈ കാണിക്കണത്. നമ്മളൊരു ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് അതിൽ നല്ല ചൂടുവെള്ളം കൊണ്ട് ഒഴിക്കുക. അപ്പുറത്ത് നമുക്ക് അരി വേവിക്കാനുള്ള പണി നോക്കാം. അതിന് നമ്മൾ ഈ കറുവപ്പട്ട, ഗ്രാമ്പൂ, മറ്റേ പട്ടയില ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് ചെറുനാരങ്ങ നീര്, ഡാൽഡ. ശരിക്കും ബിരിയാണിയുടെ പ്രൊഫഷണൽ ടേസ്റ്റ് വരണമെങ്കിൽ ഡാൽഡ, നെയ്യ് വേണം. ഓയിൽ അത്ര കണ്ട് കിട്ടില്ല. ഓയിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മന്തിയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. ഒക്കെ നമ്മൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഇപ്പോൾ വിറകടുപ്പിലാണ് ചെയ്യണതൊക്കെ. ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ അരി പകുതി വേവിനേക്കാളും കൂടുതലായിട്ട് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അരി നന്നായിട്ട് വെന്താലാണ് അതിനൊരു ടേസ്റ്റ് എനിക്ക് തോന്നാറുള്ളൂ. പലർക്കും പല ടൈപ്പാണ്. ചിലർക്ക് അരി അധികം വേവിടുന്നത് ഇഷ്ടമല്ല. എനിക്ക് നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്കിഷ്ടം. നമ്മൾ ആ ചിക്കൻ്റെ മുകളിലിട്ട് ദം ഫില്ല് ചെയ്യാണ് കേട്ടോ. ശരിക്കും ചോറിൻ്റെ ചൂടും അടിയിൽ നിന്നുള്ള ചെറിയ ചൂടും കൂടിയിട്ടാണ് ഇത് ദമ്മാവണത് ശരിക്കും. അപ്പം എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നതോടൊപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പാചകം ചെയ്ത് പഠിക്കുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ.